ഒരു ദിവസം കൂടി കടന്നുപോയിരിക്കുന്നു. ചെലവഴിച്ചു തീർത്ത ഈ സമയം മുഴുവൻ ഹൃദയത്തിലേറ്റിയത് എന്തായിരുന്നു? ഏതാനും മങ്ങിയ ചിത്രങ്ങൾ ബാക്കിയാവുകയാണ്. ചിലപ്പോൾ നീറുന്ന കനലും പുകയും. അമൂല്യമായ എന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നതിൻ്റെ ശൂന്യത ജീവിതത്തിൻ്റെ വലിയ ഒരു അംശം തന്നെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. പ്രകാശത്തെ തല്ലിക്കെടുത്തിയ ആ നഷ്ടങ്ങൾ വർണ്ണങ്ങളെ സ്വപ്നം കാണാൻ പോലും ഭയപ്പെടുത്തുന്നു. വഞ്ചനയോ ആഴത്തിലുള്ള തിരസ്കരണമോ വേദനിപ്പിക്കുന്നുണ്ടാവാം. നയിക്കുവാനായി ഒരു മേഘത്തൂണോ ഇരുട്ടിൽ അഗ്നിസ്തംഭമോ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സുരക്ഷിതത്വങ്ങളും ഉറപ്പുകളും ആശ്വാസങ്ങളുമെല്ലാം വെല്ലുവിളിക്കപ്പെടുന്നു. കാരണം ജീവിക്കുന്നതിൻ്റെ അർത്ഥവും മൂല്യവും സ്വന്തമെന്ന അനുഭവങ്ങളും നഷ്ടപ്പെട്ടു പോയ ഇവയോട് ഒരിക്കൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ലോകത്തെ പുനർനിർമ്മിക്കുവാൻ നഷ്ടത്തിൻ്റെ അനുഭവം നമ്മളെ നിർബന്ധിക്കുന്നു. നമ്മളുടെ ഓർമ്മകളെ വീണ്ടെടുക്കുവാനും ആ കഥയെ കൃപയോടെ വീണ്ടും പറഞ്ഞു തുടങ്ങുവാനും അത് നമ്മെ സഹായിക്കുന്നു. കൂടുതൽ മുറിവേൽപ്പിക്കുന്നതാവാതെ ആ നഷ്ടങ്ങളോട് സംസാരിക്കാനും അവയെ കേൾക്കുവാനും കഴിയട്ടെ. സാന്ത്വനവും സമാധാനവും നൽകുന്ന ആത്മസംഭാഷണങ്ങൾ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടെ നടന്ന് അവരുടെ നഷ്ടങ്ങളുടെ വേദനയെ ക്രിസ്തു പുനർവ്യാഖ്യാനിച്ചു. വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചിന്തകളുമായി നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ കൂടെ നിൽക്കുവാൻ അവനോട് നമുക്ക് പറയാൻ കഴിയും. നഷ്ടത്തിനൊപ്പം രൂപപ്പെടുന്ന ആത്മനിന്ദയെയും സ്വയമുള്ള കുറ്റപ്പെടുത്തലുകളെയും നമ്മൾ മറികടക്കണം. അങ്ങനെ ആത്മാവിൻ്റെ ആശ്വാസം അനുഭവിച്ചറിയാനും നമ്മോട് തന്നെ കരുണ വളർത്താനും നമുക്ക് കഴിയും. ദൈവത്തിൽ ആശ്രയിച്ച് കൃപയിലേക്ക് സ്വയം നൽകുമ്പോൾ നമ്മുടെ വേദനകളെ പതിയെ ആശ്വാസതലം നൽകി കരുതാനാകും. ഉള്ളിലൊതുങ്ങുന്നതിന് പകരം നഷ്ടത്തെ നമ്മുടെ ജീവിതകഥയുടെ ഭാഗമാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ഭയങ്ങൾ, മുറിവുകൾ, പ്രലോഭനങ്ങൾ, അതുപോലെ നമ്മുടെ പാപങ്ങൾ പോലും ഹൃദയത്തിൽ നിന്നുള്ള ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥനകളായി രൂപാന്തരപ്പെടുവാൻ കഴിയും. ഒപ്പം സഹാനുഭൂതി, ആത്മാവബോധം, ദയ എന്നിവയ്ക്കുള്ള ആഴത്തിലുള്ള കഴിവ് നമ്മിൽ വളരുന്നു. നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുപരി ഒരു പുതിയ ദർശനത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ചാണ് കൃപകൾ നിറഞ്ഞു കഴിഞ്ഞ ആ മുറിവുകളിലുള്ള ഈ ആഴം.